സന്ധ്യയെ ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയാണ്. അലൻ ചേരുന്നുണ്ട്. അലൻ, ഇത് ഇപ്പോൾ നിലവിൽ എവിടേക്ക് മാറ്റാനാണ് ആലോചന സന്ധ്യയെ, അലൻ? നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജഗിരിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ മാറ്റുന്നതെന്നാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. രാജഗിരിയിലേക്ക് മാറ്റിയതിനു ശേഷം ആരോഗ്യനിലയിൽ തൃപ്തി വന്നതിന് ശേഷം മറ്റ് നടപടികൾ, മെഡിക്കൽ കോളേജ് അടക്കമുള്ള നടപടികൾ ആലോചിക്കും എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നിലവിൽ അറിയിക്കുന്നത്. ആയാലും ഇവിടെ സന്ധ്യയെ രാജഗിരിയിലേക്ക് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം സന്ധ്യയെ എറണാകുളം രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റുന്ന സംവിധാനവും ഉണ്ടാകും. ഈ സന്ധ്യയുടെ കാലിന് ഗുരുതര പരിക്കുണ്ട്. അതാണോ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം, അലൻ? അത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണെങ്കിൽ കൂടിയും അതേസമയം ഈ ഇത്രയും നേരം ഈ മുറിക്കുള്ളിൽ ശ്വാസം അടക്കി കിടന്നതിൻ്റെതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ശ്വാസം മുട്ടടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഏതെല്ലാം തരത്തിലാണ് ഈ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് എന്നത് സംബന്ധിച്ചെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. ഏതെല്ലാം കാര്യത്തിലാണ് ഈ വ്യക്തത വരേണ്ടതുണ്ട്. അതെല്ലാം തന്നെ അല്പസമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അലനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. സന്ധ്യയെ ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കൊച്ചിയിലേക്കാണ് കൊണ്ടുപോകുന്നത്, രാജഗിരി ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് ഇപ്പോൾ അലൻ അറിയിക്കുന്നത്. ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള ആംബുലൻസിലാണ് ഇപ്പോൾ സന്ധ്യയെ അവിടെ നിന്ന് രാജഗിരിയിലേക്ക് മാറ്റുന്നത്. സന്ധ്യയുടെ കാലിന് ഗുരുതരമായ പരിക്കുണ്ട്, ആഴത്തിലുള്ള ഒരു മുറിവുണ്ട്. നേരത്തെ ദൃശ്യങ്ങളിൽ അത് പ്രകടമായിരുന്നു. ആഴത്തിലുള്ള മുറിവാണ് സന്ധ്യയ്ക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിന് വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. രാജഗിരിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകും. ആംബുലൻസ് ഇപ്പോൾ സന്ധ്യയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ അവിടെ നിന്ന് രാജഗിരിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. വിദഗ്ധ ചികിത്സ എത്രയും വേഗം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് വളരെ വേഗം സന്ധ്യയെ ഇപ്പോൾ അടിമാലിയിൽ നിന്ന് രാജഗിരിയിലേക്ക് മാറ്റാനൊരുങ്ങുന്നത്. അവിടെ എത്തി ആവശ്യമായ പരിശോധനകൾ നടത്തും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും എന്ന് അവിടെ ആളുകൾ, അധികൃതർ അറിയിക്കുന്നുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. കാലിനേറ്റ ഗുരുതരമായൊരു പരിക്ക്, ആ പരിക്കാണിപ്പോൾ ആശങ്കയ്ക്ക് കാരണമാകുന്നത്. മറ്റ് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. കോൺക്രീറ്റ് സ്ലാബുകൾക്കടിയിൽ മണിക്കൂറുകൾ കുടുങ്ങിക്കിടന്നതിൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ സന്ധ്യയ്ക്കുണ്ട് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സന്ധ്യയുടെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതിനൊപ്പം. അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണം. അതിനുവേണ്ടിയുള്ള അടിയന്തര നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് സന്ധ്യയെ ഇപ്പോൾ കൊച്ചിയിലെ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റാൻ ഒരുങ്ങുകയാണ്. ആംബുലൻസ് തയ്യാറാണ്. ആംബുലൻസിലേക്ക് ഇപ്പോൾ സന്ധ്യയെ ആംബുലൻസിനകത്ത് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ആംബുലൻസ് പുറപ്പെടും. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആംബുലൻസ് അവിടെ നിന്ന് യാത്ര പുറപ്പെടാൻ തയ്യാറാവുകയാണ്. അലൻ തുടരുന്നുണ്ട്. അലൻ, ആംബുലൻസിലേക്ക് മാറ്റി കഴിഞ്ഞിരിക്കുന്നു സന്ധ്യയെ. എന്താണൊരു തടസ്സം പുറപ്പെടുവാൻ, അലൻ? അത് ഈ ICU ആംബുലൻസിലേക്കാണ് നിലവിൽ സന്ധ്യയെ മാറ്റിയിരിക്കുന്നത്. ഇതിനുള്ളിൽ ചില ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതായത് ഈ ഓക്സിജൻ മാസ്ക് അടക്കം ശ്വാസതടസ്സമൊക്കെ നേരിടുന്നതായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഓക്സിജൻ മാസ്ക് അടക്കം വെച്ചുകൊണ്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ വിവിധ മരുന്നുകൾ ട്രിപ്പ് ഇഞ്ചക്ഷനായി നൽകേണ്ടതുണ്ട്. ഈ പ്രവർത്തനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമാണ് ചെറിയ കാലതാമസം. ഇത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ നിന്നും വാഹനം എറണാകുളം രാജഗിരി ആശുപത്രിയിലേക്ക് പോവുകയാണ്. മുന്നിൽ പോലീസ് വാഹനത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് വാഹനം പോകുന്നത്. വാഹനം ഇതാ പുറത്തേക്ക് പോവുകയാണ്. മുഴുവൻ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇതിന് എറണാകുളം രാജഗിരിയിലേക്ക് സന്ധ്യയുമായി ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞു. എറണാകുളത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി സന്ധ്യയെ എറണാകുളത്തേക്ക് മാറ്റുകയാണ്. ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞു. അലനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിദഗ്ധ ചികിത്സയ്ക്കായി ഇപ്പോൾ സന്ധ്യയെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ എറണാകുളം രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ആംബുലൻസ്
അടിമാലിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.